ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ 63ാമത്തെ ക്ലാസ് ആണ് നമ്മുടെ ഇന്നത്തെ. ഇതുവരെയും നിങ്ങൾ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക് ഫിസിക്സ് ആണ്. ഫിസിക്സിൽ 2021 മുതൽ 2025 വരെയും പി എസ് സി ചോദിച്ച മുഴുവൻ ചോദ്യങ്ങളും അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. നമ്മുടെ ഈ ഒരു ക്ലാസ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഓരോ ടോപ്പിക്കിൽ നിന്നും വന്ന ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്കുകളും നമ്മൾ അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനുസരിച്ച് പഠിച്ച് സെറ്റായിട്ടാണ് പോകുന്നത്. തുടക്കക്കാരായിട്ടുള്ള ഉദ്യോഗാർത്ഥിക്ക് പോലും പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോ ടോപ്പിക്കും ആ ടോപ്പിക്കിൽ വന്നിരിക്കുന്ന ചോദ്യങ്ങളുമാണ് ഇനിയുള്ള നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന, പ്രത്യേകിച്ച് സയൻസ് സബ്ജക്റ്റുകൾ. അപ്പോൾ ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ബയോളജി ആണെങ്കിലും അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഏതാണോ ടോപ്പിക്ക് ആ ടോപ്പിക്കിൽ നിന്നും പി എസ് സി ചോദിച്ച മുഴുവൻ ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു പോകും. അപ്പോൾ അതിന് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് അങ്ങനെ മതി എന്നുണ്ടെങ്കിൽ അതും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ ക്ലാസ്സിൻ്റെ PDF നോട്ട് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഒന്ന് ജോയിൻ ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് നേരെ ഇന്നത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഫിസിക്സിൽ ആദ്യത്തെ ചോദ്യം 2021 10th ലെവൽ പ്രിലിംസിൻ്റെ ആണ്. ദ്രവ്യത്തിന് എത്ര അവസ്ഥകളാണ് ഉള്ളത്? ദ്രവ്യത്തിന് എത്ര അവസ്ഥകളാണുള്ളത്? എത്ര അവസ്ഥകളാണ്? 5, 6, 7, 8. എത്രയാണ്? 7 അവസ്ഥകളാണ് ദ്രവ്യത്തിന് ഉള്ളത്. എന്താണ് ദ്രവ്യം, അല്ലെങ്കിൽ എന്താണ് മാറ്റർ, അല്ലെങ്കിൽ എന്താണ് പദാർത്ഥം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും പിണ്ഡമുള്ളതുമായ ഏതൊരു വസ്തുവിനെയും പറയുന്ന പേരാണ് ദ്രവ്യം അല്ലെങ്കിൽ പദാർത്ഥം എന്ന്. ഓക്കെ, അപ്പോൾ എന്താണ് ദ്രവ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്താണ് പദാർത്ഥം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ്? സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും പിണ്ഡമുള്ളതുമായ ഏതൊരു വസ്തുവിനെയും പറയുന്ന പേരാണ് ദ്രവ്യം അല്ലെങ്കിൽ പദാർത്ഥം എന്ന്. ദ്രവ്യത്തിന് എത്ര അവസ്ഥകളാണ് ഉള്ളത് എന്ന് പി എസ് സി ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്. ദ്രവ്യത്തിന് എത്ര അവസ്ഥകളാണുള്ളത്? 7 അവസ്ഥകളാണ് ദ്രവ്യത്തിന് ഉള്ളത്. ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതൊക്കെയാണ്? ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ, ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, ക്വാർക്ക് ഗുവോൺ പ്ലാസ്മ. അപ്പോൾ ദ്രവ്യത്തിന് എത്ര അവസ്ഥകളാണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ മക്കളെ എത്രയാണ്? 7 എണ്ണമാണുള്ളത്. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ ഖരം, 2 ദ്രാവകം, 3 വാതകം, 4 പ്ലാസ്മ, 5 ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, 6 ഫെർമിയോണിക് കണ്ടൻസേറ്റ്, 7 ക്വാർക്ക് ഗുവോൺ പ്ലാസ്മ. ഇത് പി എസ് സി ചോദിക്കാറുണ്ട്. ദ്രവ്യത്തിന്റെ 3ാമത്തെ അവസ്ഥ ഏതാണ്? അതേപോലെ തന്നെ ദ്രവ്യത്തിന്റെ 5ാമത്തെ അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്താണ്? അതേപോലെ തന്നെ ദ്രവ്യത്തിന്റെ 7ാമത്തെ അവസ്ഥ ഏതാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഈ 7 എണ്ണവും കാണാതെ പഠിച്ചു വയ്ക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും പിണ്ഡമുള്ളതുമായ ഏതൊരു വസ്തുവിനെയും പറയുന്ന പേരാണ് ദ്രവ്യം അല്ലെങ്കിൽ പദാർത്ഥം അല്ലെങ്കിൽ മാറ്റർ എന്നുള്ളത്. ദ്രവ്യത്തിന് എത്ര അവസ്ഥകളാണ് ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ 7 അവസ്ഥകളാണുള്ളത്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒന്നുകൂടി പറയാം. ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ, ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, ക്വാർക്ക് ഗുവോൺ പ്ലാസ്മ. ഇനി നമുക്ക് ഓരോന്നിനെ കുറിച്ചും പഠിച്ചു പോകാം. ഖരം, അതായത് കണികകൾ വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നതും അവയ്ക്ക് ചലന സ്വാതന്ത്ര്യം വളരെ കുറവായതുമായ പദാർത്ഥങ്ങളെ നമുക്ക് ഖരം അല്ലെങ്കിൽ സോളിഡ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് ഈ പറയുന്ന ഖരം, അതിനി സോളിഡ് എന്ന് പറയുന്നത് എന്താണ്? തന്മാത്രകൾ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? കണികകൾ വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നതും അവയ്ക്ക് ചലന സ്വാതന്ത്ര്യം വളരെ കുറവുമായിരിക്കും. ഓക്കെ, അപ്പോൾ കണികകൾ നോക്കി ഇതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു സോളിഡ് ആണ്. അപ്പോൾ എന്താണ്? ഈ പറയുന്ന കണികൾ എന്ന് പറയുന്നത് വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. കണ്ടോ, വളരെ അടുത്ത് കൂടിച്ചേർന്നാണ് എന്ത്? ഖരം അല്ലെങ്കിൽ സോളിഡ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് നിൽക്കുന്നത്. അതേപോലെ തന്നെ എന്താണ്? ഇതിന് ചലന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്തായിരിക്കും? കുറവായിരിക്കും എന്നുള്ളതും മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ കണികകൾ വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നു, അതേപോലെ തന്നെ ഇവയുടെ ചലന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വളരെ കുറവുമായിട്ടുള്ള ആ ഒരു പദാർത്ഥത്തിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഖരം അല്ലെങ്കിൽ സോളിഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കണികകൾ താരതമ്യേന അടുത്ത് സ്ഥിതി ചെയ്യുന്നതും അവയ്ക്ക് ഖരാവസ്ഥയിലേതിനേക്കാൾ ചലന സ്വാതന്ത്ര്യമുള്ളതുമായ പദാർത്ഥങ്ങളെ നമുക്ക് ദ്രാവകം എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ കണികകൾ എന്താണ്?
താരതമ്യേന അടുത്താണ്. അതേ നോക്കിയേ ലിക്വിഡ്. അപ്പോൾ എന്താണ് താരതമ്യേന അടുത്താ, പക്ഷെ എന്താണ് ചലന സ്വാതന്ത്ര്യവും അത്യാവശ്യമുണ്ട്. പക്ഷെ എന്താണ് ഈ പറയുന്ന സോളിഡിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ലിക്വിഡിന് എന്താണ് കുറച്ചുകൂടിയും എന്താണ് ഈ പറയുന്ന കണികകൾ കുറച്ചുകൂടിയും അകലെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ് കണികൾക്കുള്ള ചലന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സോളിഡിനെ അപേക്ഷിച്ച് കുറച്ചുകൂടിയും എന്താണ് ചലന സ്വാതന്ത്ര്യം ഉണ്ട് എവിടെ ലിക്വിഡിൽ എന്നുള്ളത് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള പദാർത്ഥത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ലിക്വിഡ് അല്ലെങ്കിൽ ദ്രാവകം എന്ന് പറയുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. കണികൾ താരതമ്യേന അടുത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. അവയ്ക്ക് ഖരാവസ്ഥയിലേതിനേക്കാൾ ചലന സ്വാതന്ത്ര്യം ഉള്ളതുമായിട്ടുള്ള പദാർത്ഥങ്ങളെ നമുക്ക് എന്തെന്ന് വിളിക്കാം ദ്രാവകം എന്ന് വിളിക്കാം. അടുത്തതാണ് വാതകം എന്ന് പറയുന്നത്. കണികൾ വളരെ അകന്ന് സ്ഥിതി ചെയ്യുന്നതും അവയ്ക്ക് വളരെ കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ളതുമായ പദാർത്ഥങ്ങളെ നമുക്ക് എന്തെന്ന് വിളിക്കാം ഗ്യാസ് എന്ന് വിളിക്കാം. ഓക്കെ, നിങ്ങൾ നോക്കിയേ, അതായത് എന്താണ് കണികൾ എന്ന് പറയുന്നത് വളരെ അകലെയാണ്. ഇപ്പോൾ സോളിഡിനെ അപേക്ഷിച്ചും ലിക്വിഡിനെ അപേക്ഷിച്ചും നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്യാസ് എന്ന് പറയുന്നത് നോക്കി ഇത്രയധികം അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് കണികൾ എന്ന് പറയുന്നത് വളരെ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇതിന്റെ ചലന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സോളിഡിനെ അപേക്ഷിച്ചും ലിക്വിഡിനെ അപേക്ഷിച്ചും എന്താണ് വളരെ കൂടുതലാണ് ഏതിന് ഗ്യാസ് അല്ലെങ്കിൽ വാതകത്തിന്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള പദാർത്ഥങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് വാതകം അഥവാ ഗ്യാസ് എന്ന് പറയുന്നത്. അപ്പോൾ കണികൾക്ക് ചലന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വളരെ കൂടുതലും അതേപോലെ തന്നെ എന്താണ് കണികൾ വളരെ അകന്ന് സ്ഥിതി ചെയ്യുന്നതുമായിട്ടുള്ള പദാർത്ഥങ്ങളെ പറയുന്ന പേരാണ് ഗ്യാസ് അല്ലെങ്കിൽ വാതകം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ മൂന്നും മനസ്സിലായി എന്ന് കരുതുന്നു. ബേസ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പദാർത്ഥത്തിന്റെ 7 അവസ്ഥകളില് ആദ്യത്തെ 3 നമ്മൾ പഠിച്ചു. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. എന്താണ് സോളിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കണികൾ വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നു. അതേപോലെ തന്നെ എന്താണ് കണികൾക്കുള്ള ചലന സ്വാതന്ത്ര്യം വളരെ കുറവായിട്ടുള്ള ഒരു പദാർത്ഥത്തെ പറയുന്ന പേരാണ് സോളിഡ് എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് സോളിഡ്. നോക്കി വളരെ അടുത്തടുത്താണ് കണികൾ സ്ഥിതി ചെയ്യുന്നതെന്ന് ഓർത്ത് വയ്ക്കുക. അപ്പൊ അതിനെയാണ് സോളിഡ് എന്ന് പറയുന്നത്. എന്താണ് ലിക്വിഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നിലവിൽ കണികകൾ എന്താണ് അടുത്ത് സ്ഥിതി ചെയ്യുന്നു. അതേപോലെ തന്നെ കണികളുടെ ചലന സ്വാതന്ത്ര്യം സോളിഡിനെ അപേക്ഷിച്ച് അതായത് ഖരത്തെ അപേക്ഷിച്ച് കുറച്ചുകൂടി എന്താണ് ചലന സ്വാതന്ത്ര്യം കൂടുതലുമായിട്ടുള്ള ഒരു പദാർത്ഥത്തെ പറയുന്ന പേരാണ് ലിക്വിഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ അവസ്ഥയായിട്ടുള്ള ഗ്യാസോ, അതായത് കണികളുടെ ചലന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വളരെ കൂടുതൽ, അതേപോലെ തന്നെ കണികകൾ സ്ഥിതി ചെയ്യുന്നതാണെങ്കിലോ വളരെ അകലെ സ്ഥിതി ചെയ്യുന്ന കണികളാണ് ഗ്യാസ് എന്ന് പറയുന്ന പദാർത്ഥത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ മൂന്നും വളരെ വ്യക്തമായി തന്നെ മനസ്സിലായി എന്ന് തന്നെ കരുതുന്നു. നമുക്ക് അടുത്തതിലേക്ക് പോവാം. പ്ലാസ്മ. ഏറ്റവും കൂടുതൽ PSC ചോദിച്ച ചോദ്യം പ്ലാസ്മയിൽ നിന്ന് തന്നെയാണ്. ഉയർന്ന താപനിലയിൽ അയോണീകരിക്കപ്പെട്ട പദാർത്ഥത്തിന്റെ അവസ്ഥയാണ് പ്ലാസ്മ എന്ന് പറയുന്നത്. അപ്പോൾ ഉയർന്ന താപനിലയിൽ അയോണീകരിക്കപ്പെട്ട പദാർത്ഥത്തിന്റെ അവസ്ഥയെ പ്ലാസ്മ എന്ന് പറയാം. പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്ലാസ്മാവസ്ഥയിലാണ് ഏറ്റവും കൂടുതൽ ദ്രവ്യം കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ പ്രപഞ്ചത്തിലെ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏത് അവസ്ഥയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്ലാസ്മാവസ്ഥയിലാണ്. ഉയർന്ന താപനിലയിൽ അയോണീകരിക്കപ്പെട്ട പദാർത്ഥത്തിന്റെ അവസ്ഥ അതിനെയാണ് പ്ലാസ്മ എന്ന് പറയുന്നതെന്നും ഓർത്തു വയ്ക്കുക. അടുത്തതാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. വാതകാവസ്ഥയിലുള്ള ബോസോണുകളെ ബാഹ്യമായ ഒരു പൊട്ടൻഷ്യൽ നിർത്തിക്കൊണ്ട് കേവല പൂജ്യത്തിന് വളരെ അടുത്ത താപനിലയിൽ തണുപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ദ്രവ്യത്തിന്റെ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാതകാവസ്ഥയിലുള്ള ബോസോണുകളെ ബാഹ്യമായ ഒരു പൊട്ടൻഷ്യൽ നിർത്തിക്കൊണ്ട് കേവല പൂജ്യത്തിന് വളരെ അടുത്ത താപനിലയിൽ തണുപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ദ്രവ്യത്തിന്റെ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. 2003 ആദ്യമായി ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് സാദൃശ്യമുള്ള ഫെർമിയോ കണ്ടൻസേറ്റ് നിർമ്മിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡെബോറ എസ്ജിൻ ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ ഡെബോറ എസ്ജിൻ ആണ് 2003 ആദ്യമായി ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസിനോട് സാദൃശ്യമുള്ള ഫെർമിയോ കണ്ടൻസേറ്റ് നിർമ്മിച്ചത് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ആരാണ് എന്ന് ചോദിച്ചാൽ ഡെബോറ എസ്ജിൻ ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഇനി കൺഫ്യൂസിങ് ഫാക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി ഓർത്തു വെച്ചോ. അതായത് താഴ്ന്ന താപനിലയിലുള്ള ദ്രവ്യത്തിന്റെ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ഫെർമിയോണിക് കണ്ടൻസേറ്റ് എന്നുള്ളത്. താഴ്ന്ന താപനിലയിലുള്ള ദ്രവ്യത്തിന്റെ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ഫെർമിയോണിക് കണ്ടൻസേറ്റ്. വളരെ ഉയർന്ന താപനിലയിലുള്ള ദ്രാവകത്തിന്റെ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ക്വാർക്ക് ഗുവോൺ പ്ലാസ്മ എന്നുള്ളതും. ഓക്കെ, അപ്പോൾ താഴ്ന്ന താപനിലയിലുള്ള ദ്രവ്യത്തിന്റെ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ഫെർമിയോണിക് കണ്ടൻസേറ്റ്. വളരെ ഉയർന്ന താപനിലയിലുള്ള ദ്രാവകത്തിന്റെ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ക്വാർക്ക് ഗുവോൺ പ്ലാസ്മ എന്നുള്ളതും
ഓർത്ത് വയ്ക്കുക. എപ്പോഴും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കൊക്കെ മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. അതായത് വൈദ്യുത ചാർജുള്ള കണങ്ങളായി ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്താണ്? വൈദ്യുത ചാർജുള്ള കണങ്ങളായി ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് പ്ലാസ്മ അവസ്ഥ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ ഏതാണെന്ന് ചോദിച്ചാൽ അതും പ്ലാസ്മ തന്നെയാണ്. ഇത് റീസെന്റ് 2021-ലും 2022-ലും 2023-ലും ചോദിച്ച ചോദ്യമാണ് ഈ പറയുന്ന ചോദ്യം. അതായത് വൈദ്യുത ചാർജുള്ള കണങ്ങളായി ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് പ്ലാസ്മ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും ഏത് തന്നെയാണ്? പ്ലാസ്മയാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, പ്ലാസ്മ പദാർത്ഥത്തിന്റെ 4ാമത്തെ അവസ്ഥയാണ് ഏതെന്ന് പറയുന്നത്? പ്ലാസ്മ എന്ന് പറയുന്നത്. അപ്പോൾ പദാർത്ഥത്തിന്റെ 4ാമത്തെ അവസ്ഥ നമ്മൾ പറഞ്ഞു, ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ. അപ്പോൾ പദാർത്ഥത്തിന്റെ 4ാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ എന്ന് പറയുന്നത്. ബേസ് ലെവലുള്ള ഒരു ചോദ്യമായിട്ട് വേണമെങ്കിൽ ചോദിക്കാം നമ്മുടെ അടുത്ത്. പദാർത്ഥത്തിന്റെ 4ാമത്തെ അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്താണ്, അല്ലെങ്കിൽ പ്ലാസ്മ അവസ്ഥ എന്ന് പറയുന്ന പദാർത്ഥത്തിന്റെ എത്രാമത്തെ അവസ്ഥയാണ് താഴെ പറയുന്നവയിൽ? 1, 2, 3, 4 എന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് വേണമെങ്കിൽ ചോദിക്കാം. ഫ്ലൂറസെന്റ് ട്യൂബിലും നിയോൺ സൈൻ ബൾബിലും പ്ലാസ്മ അടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഫ്ലൂറസെന്റ് ട്യൂബിൽ അടങ്ങിയിരിക്കുന്നത് പ്ലാസ്മയാണ്. അതേപോലെ തന്നെ നിയോൺ സൈൻ ബൾബുകളിലും അടങ്ങിയിരിക്കുന്നത് പ്ലാസ്മയാണ്. വളരെ ഉയർന്ന ഊഷ്മാവിൽ ദ്രവ്യം എത്തിച്ചേരുന്ന അവസ്ഥയ്ക്കാണ് എന്തെന്ന് പറയുന്നത്? പ്ലാസ്മ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ഉയർന്ന ഊഷ്മാവിൽ ദ്രവ്യം എത്തിച്ചേരുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് പ്ലാസ്മ. സ്വതന്ത്രമായ ചാർജിത കണങ്ങളുടെ കൂട്ടമാണ്. ഉയർന്ന താപനിലയിൽ അയോണീകരിക്കപ്പെട്ട പദാർത്ഥത്തിന്റെ അവസ്ഥ. അപ്പോൾ ഉയർന്ന താപനിലയിൽ അയോണീകരിക്കപ്പെട്ട പദാർത്ഥത്തിന്റെ അവസ്ഥയ്ക്കാണ് നമ്മൾ പ്ലാസ്മ എന്ന് പറയുന്നത്. പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ ഒത്തിരി തവണ ചോദിച്ച മറ്റൊരു ചോദ്യമാണ്. പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥയാണ്. അതായത് 99% ദ്രവ്യവും കാണപ്പെടുന്നത് പ്ലാസ്മ അവസ്ഥയിലാണ് എന്നുള്ളത് മക്കളെ ഓർത്തു വയ്ക്കുക. കാരണം സ്റ്റേറ്റ്മെന്റ് ലെവലിലുള്ള ഒരു ചോദ്യത്തിൽ വേണമെങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യം ഉൾപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റണം. അപ്പോൾ പ്രപഞ്ചത്തില് 99% ദ്രവ്യം കാണപ്പെടുന്നത് പ്ലാസ്മ അവസ്ഥയിലാണ്. ഏറ്റവും ഉയർന്ന താപനിലയിൽ അയോണീകരിക്കപ്പെട്ട പദാർത്ഥത്തിന്റെ അവസ്ഥയാണ്. സ്വതന്ത്ര ചാർജിത കണങ്ങളുടെ കൂട്ടത്തെയും നമ്മൾ എന്തെന്നാ വിളിക്കുന്നത്? പ്ലാസ്മ എന്നാണ് പറയുന്നത്. വളരെ ഉയർന്ന ഊഷ്മാവിൽ ദ്രവ്യം എത്തിച്ചേരുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരും എന്ത് തന്നെയാ? പ്ലാസ്മയാന്നുള്ളതും ഓർത്തു വയ്ക്കുക. സൂര്യനിലും മറ്റ് നക്ഷത്രങ്ങളിലും ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥയാണ് പ്ലാസ്മ അവസ്ഥ. അപ്പോൾ സൂര്യനിലും മറ്റ് നക്ഷത്രങ്ങളിലും ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ. സൂര്യന്റെയും നക്ഷത്രങ്ങളുടെയും തിളക്കത്തിന് കാരണം പ്ലാസ്മയാണ്. വൈദ്യുത ചാർജുള്ള കണങ്ങളായി മാറുന്നതാണ് ദ്രവ്യം. മിന്നലിൽ ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥ പ്ലാസ്മയാണ്. തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണപ്പെടുന്ന അവസ്ഥ ഏതാണെന്ന് ചോദിച്ചാൽ അതും പ്ലാസ്മ അവസ്ഥയിലാണ്. അപ്പോൾ വൈദ്യുത ചാർജുള്ള കണങ്ങളായി ദ്രവ്യം വരുന്നു. മിന്നലിൽ ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥ എന്നറിയപ്പെടുന്നത് പ്ലാസ്മയാണ്. തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണപ്പെടുന്ന അവസ്ഥ ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ അതും ഏതാണ്? പ്ലാസ്മയാണ്. അപ്പോൾ പ്ലാസ്മ എന്ന് പറയുന്നത് പദാർത്ഥത്തിന്റെ 4ാമത്തെ അവസ്ഥയാണ്. ഏറ്റവും കൂടുതൽ എന്താണ് ഈ പറയുന്ന പദാർത്ഥത്തിന്റെ 4ാമത്തെ അവസ്ഥയായിട്ടുള്ള പ്ലാസ്മ 99% പ്രപഞ്ചത്തിൽ കാണപ്പെടുന്നത് ദ്രാവകാവസ്ഥയിലുള്ള ഇത് കാണപ്പെടുന്നത് പ്ലാസ്മ അവസ്ഥയിലാണ്. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞു, പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥയാണ് ഏതെന്ന് പറയുന്നത്? പ്ലാസ്മ അവസ്ഥ. അതായത് 99% ദ്രവ്യം കാണപ്പെടുന്നത് പ്ലാസ്മ അവസ്ഥയിലാണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഇനി അടുത്തതാണ് ദ്രവ്യത്തിന്റെ 5ാമത്തെ അവസ്ഥ ഏതാന്നുള്ളത്. ഒത്തിരി തവണ PSC ചോദിച്ച മറ്റൊരു ചോദ്യമാണ് ദ്രവ്യത്തിന്റെ 5ാമത്തെ അവസ്ഥ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പഠിക്കുന്ന ഒരു ടോപ്പിക്കിന്റെ അകത്ത് ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കുന്ന ഒരു ചോദ്യം വേണമെങ്കിൽ ഇതാന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം ദ്രവ്യത്തിന്റെ 5ാമത്തെ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്നുള്ളത്. ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ഓപ്ഷനിൽ നോക്കാതെ തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. കാരണം അത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, ബേസ് ലെവൽ ചോദ്യം. ദ്രവ്യത്തിന്റെ 5ാമത്തെ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. അപ്പോൾ ദ്രവ്യത്തിന്റെ 5ാമത്തെ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. വാതകാവസ്ഥയിലുള്ള ബോസോണുകളെ ബാഹ്യമായ ഒരു പൊട്ടൻഷ്യൽ നിർത്തിക്കൊണ്ട് കേവല പൂജ്യത്തിന് വളരെ അടുത്ത താപനിലയിൽ തണുപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ദ്രവ്യത്തിന്റെ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ വാതകാവസ്ഥയിലുള്ള ബോസോണുകളെ ബാഹ്യമായ ഒരു പൊട്ടൻഷ്യൽ നിർത്തിക്കൊണ്ട്
കേവല പൂജ്യത്തിന് വളരെ അടുത്ത താപനിലയിൽ തണുപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ദ്രവ്യത്തിന്റെ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് കുറിച്ച് പ്രവചിച്ച ശാസ്ത്രജ്ഞൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യേന്ദ്രനാഥ ബോസും ആൽബർട്ട് ഐൻസ്റ്റീനുമാണ്. ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റിനെ കുറിച്ച് പ്രവചിച്ച ശാസ്ത്രജ്ഞനാണ് സത്യേന്ദ്രനാഥ ബോസും ആൽബർട്ട് ഐൻസ്റ്റീനുമാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റിന്റെ പഠനവുമായി ബന്ധപ്പെട്ട് 2001 നൊബേൽ ജേതാക്കളാണ് എറിക് എ കോർണൻ എന്ന് പറയുന്ന വ്യക്തി, കാൾ ഇ വൈമാൻ, വോൾഫ് കെറ്റർലെ. അപ്പോൾ ഇതാണ് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് പഠനവുമായി ബന്ധപ്പെട്ട് 2001 നൊബേൽ ജേതാക്കൾ 3 പേരാണ്. ഓർത്തു വെച്ചോ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എറിക് എ കോർണൻ, ഓക്കെ, എറിക് എ കോർണൻ, കാൾ ഇ വൈമാൻ, വോൾഫ് കെറ്റർലെ. ഇവരാണ് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് പഠനവുമായി ബന്ധപ്പെട്ട് 2001 നൊബേൽ ജേതാക്കൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, ദ്രവ്യത്തിന്റെ 5ാമത്തെ അവസ്ഥ. അതാണ് PSC ഏറ്റവും കൂടുതൽ തവണ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇതിന്റെ ഡെഫിനിഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? വാതകാവസ്ഥയിലുള്ള ബോസോണുകളെ ബാഹ്യമായ ഒരു പൊട്ടൻഷ്യൽ നിർത്തിക്കൊണ്ട് കേവല പൂജ്യത്തിന് വളരെ അടുത്ത താപനിലയിൽ തണുപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ദ്രവ്യത്തിന്റെ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ഇത് കണ്ടുപിടിച്ചത് 2001 നൊബേൽ ജേതാക്കളാവുകയും ചെയ്തത് ആരാന്ന് ചോദിച്ചാൽ ഐറിക് എ കോർണനും കാളി വൈമാനും വോൾഫ് കെറ്റർലെ ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഇനി ബോസോൺ. പദാർത്ഥങ്ങളുടെ ഊർജവാഹകരാണ് ബോസോൺ എന്ന് പറയുന്നത്. ബോസോൺ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് പോൾ ഡിറാക് ആണ്. ചോദിച്ച ചോദ്യമാണിത്. പദാർത്ഥങ്ങളുടെ ഊർജവാഹകരാണ് ബോസോൺ. ബോസോൺ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാന്ന് ചോദിച്ചാൽ മക്കളെ പോൾ ഡിറാക് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. കാരണം ചോദിച്ച ചോദ്യമാണ്. ബോസോൺ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് പോൾ ഡിറാക് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ദൈവഗണം എന്നറിയപ്പെടുന്നതാണ് ഹിഗ്സ് ബോസോൺ. PSC എക്സാമുകളിൽ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ച ഒരു ചോദ്യമായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. ദൈവകണം എന്നറിയപ്പെടുന്നത്, ഗോഡ്സ് പാർട്ടിക്കിൾ എന്നറിയപ്പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ അത് ഹിഗ്സ് ബോസോൺ ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ ദൈവഗണം എന്നറിയപ്പെടുന്നത് ഹിഗ്സ് ബോസോൺ ആണ്. ദൈവഗണം എന്ന പദം ആദ്യമായി പ്രയോഗിച്ച ശാസ്ത്രജ്ഞൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിയോൺ ലീഡർമെൻ ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ ആദ്യമായിട്ട് പദം ഉപയോഗിച്ചത് പോൾ ഡിറാക്കും, ആദ്യമായിട്ട് എന്താണ് ദൈവഗണം ആദ്യമായി പദം ഉപയോഗിച്ചത് ആരാന്ന് ചോദിച്ചാൽ ലിയോൺ ലീഡർമെനും, എന്നാൽ ബോസോൺ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് പോൾ ഡിറാക് ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇനി അടുത്തതാണ് ദ്രവ്യത്തിന് പിണ്ഡം എന്ന ഗുണം നൽകുന്ന കണമാണ് ഹിഗ്സ് ബോസോൺ. അപ്പോൾ ദ്രവ്യത്തിന് പിണ്ഡം എന്ന ഗുണം നൽകുന്ന കണമാണ് ഹിഗ്സ് ബോസോൺ. കണികകൾക്ക് മാസ് ലഭിക്കുന്നത് എപ്രകാരമാണെന്ന് വിശദീകരിക്കുന്നതുമായി മുന്നോട്ട് വയ്ക്ക അടിസ്ഥാനമാണ് ഹിഗ്സ് ബോസോൺ എന്ന് പറയുന്നത്. അപ്പോൾ കണികൾക്ക് മാസ് ലഭിക്കുന്നത് എപ്രകാരമാണെന്ന് വിശദീകരിക്കുന്നതിനായി മുന്നോട്ട് വയ്ക്കപ്പെട്ട അടിസ്ഥാനമാണ് ഹിഗ്സ് ബോസോൺ. പ്രപഞ്ചത്തിലെ എല്ലാ പ്രാഥമിക കണങ്ങൾക്കും പിണ്ഡം നൽകുന്ന ഒരു പുതിയ തരം ഫീൽഡ് എന്ന നിലയിൽ ഹിഗ്സ് ബോസോൺ നിർദ്ദേശിക്കപ്പെട്ടത് 1964 ഓക്കെ, അപ്പോൾ പ്രപഞ്ചത്തിലെ എല്ലാ പ്രാഥമിക കണങ്ങൾക്കും പിണ്ഡം നൽകുന്ന ഒരു പുതിയ തരം ഫീൽഡ് എന്ന നിലയിൽ ഹിഗ്സ് ഫീൽഡ് നിർദ്ദേശിക്കപ്പെട്ടത് 1964 ഓർത്തു വയ്ക്കുക. അപ്പോൾ പ്രപഞ്ചത്തിലെ എല്ലാ പ്രാഥമിക കണങ്ങൾക്കും പിണ്ഡം നൽകുന്ന ഒരു പുതിയ തരം ഫീൽഡ് എന്ന നിലയിൽ ഹിഗ്സ് ഫീൽഡ് നിർദ്ദേശിക്കപ്പെട്ട വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1964 ഓർത്തു വയ്ക്കുക. ഓക്കെ, ഹിഗ്സ് ബോസോൺ എന്ന ഹിഗ്സ് ഫീൽഡിലെ ഒരു തരംഗമാണ്. ഫോട്ടോണുകൾ ഹിഗ്സ് ഫീൽഡുമായി സംവേദിക്കാൻ കഴിയാത്തതിനാൽ അവയ്ക്ക് പിണ്ഡം അനുഭവപ്പെടുന്നില്ല. ഹിഗ്സ് ബോസോൺ ജനീവയിലെ സേൺ ലാബോറട്ടറിയിൽ ശാസ്ത്രജ്ഞൻ കണ്ടെത്തിയ വർഷം 2012 ജൂലൈ 4 അപ്പോൾ ഹിഗ്സ് ബോസോൺ ജനീവയിലെ സേൺ ലാബോറട്ടറിയിൽ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയത് ഏത് വർഷമായിരുന്നു എന്ന് ചോദിച്ചാൽ 2012 ജൂലൈ 4. വൈദ്യുത കാന്തിക ബലം വഹിക്കുന്ന ബോസോണുകളാണ് ഫോട്ടോൺസ്. ദുർബല ന്യൂക്ലിയർ ബലം വഹിക്കുന്ന ബോസോണുകളെ ബോസോൺ ശക്തിയുള്ള ന്യൂക്ലിയർ ബലം വഹിക്കുന്ന ബോസോണുകളാണ് ക്ലാർക്ക് ഗുവോൺസുകൾ എന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് പഠിക്കാനുള്ളത്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബോസോണെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ പദാർത്ഥങ്ങളുടെ ഊർജവാഹകരാണ് ബോസോൺ എന്ന് പറയുന്നത്. ബോസോൺ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് പോൾ ഡിറാക് ആണ്. ബോസോൺ എന്ന പദം
എന്നാൽ ദൈവഗണം എന്ന പദം ആദ്യമായി പ്രയോഗിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് ലിയോൺ ലീഡർമൻ ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. അതേപോലെ തന്നെ ദ്രവ്യത്തിന് പിണ്ഡം എന്ന ഗുണം നൽകുന്ന കണമാണ് ഹിഗ്സ് ബോസോൺ. ദ്രവ്യത്തിന് പിണ്ഡം എന്ന ഗുണം നൽകുന്ന കണമാണ് ഏതെന്ന് പറയുന്നത്? ഹിഗ്സ് ബോസോൺ എന്ന് പറയുന്നത്. കണികൾക്ക് മാസ് ലഭിക്കുന്നത് എപ്രകാരമാണെന്ന് വിശദീകരിക്കുന്നതിനായി മുന്നോട്ട് വയ്ക്കപ്പെട്ട അടിസ്ഥാനമാണ് ഏതെന്ന് പറയുന്നത്? ഹിഗ്സ് ബോസോൺ എന്ന് പറയുന്നത്. പ്രപഞ്ചത്തിലെ എല്ലാ പ്രാഥമിക കണങ്ങൾക്കും പിണ്ഡം നൽകുന്ന ഒരു പുതിയ തരം ഫീൽഡ് എന്ന നിലയിൽ ഹിഗ്സ് ഫീൽഡ് നിർദ്ദേശിക്കപ്പെട്ടത് 1964 ഓർത്തു വയ്ക്കുക. ഓക്കെ, ഹിഗ്സ് ബോസോൺ ജനീവയിലെ സെയിൻ ലാബോറട്ടറിയിൽ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയ വർഷം എന്നാണെന്ന് ചോദിച്ചാൽ 2012 ജൂലൈ 4 ഓർത്തു വയ്ക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഒരേ സമയം വൈദ്യുത ചാലകമായും വൈദ്യുത രോധിയായും അവതരിക്കാൻ കഴിയുന്ന ദ്രവ്യ രൂപം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓക്കെ, അപ്പോൾ ഒരേ സമയം വൈദ്യുത ചാലകമായും വൈദ്യുത രോധിയായും അവതരിക്കാൻ കഴിയുന്ന ദ്രവ്യരൂപം: ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ക്വാർക്ക് ഗുവോൺ പ്ലാസ്മ, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, ജാൻ ടെല്ലർ മെറ്റൽ എന്ന് പറയുന്നത് ഏതാണ്? ജാൻ ടെല്ലർ മെറ്റൽ ആണ്. അതായത് ദ്രവ്യത്തിന്റെ 9ാമത്തെ അവസ്ഥ ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും ഏത് തന്നെയാണ്? ജാൻ ടെല്ലർ മെറ്റൽ ആണ്. അപ്പോൾ എന്താണ് ദ്രവ്യത്തിന്റെ 9ാമത്തെ അവസ്ഥയായിട്ടുള്ള ജാൻ ടെല്ലർ മെറ്റൽ? പക്ഷേ PSCയുടെ ആൻസർ പ്രകാരം നിലവിൽ 7 തന്നെയാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 9ാമത്തെ അവസ്ഥ ഏതാണെന്ന് ചോദിച്ചാൽ അത് ജാൻ ടെല്ലർ മെറ്റൽ ആണെന്നുള്ളത് ഒന്ന് ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ജാൻ ടെല്ലർ മെറ്റൽ എന്താണ്? ഉത്തേജിപ്പിക്കപ്പെട്ട ആറ്റങ്ങൾ കൂടിച്ചേർന്നാണ് റിറ്റ്സ്ബർഗ് പോളറോൺസ് എന്ന ദ്രവ്യരൂപം നിർമ്മിക്കുന്നത്. നിശ്ചിത താപനിലയിൽ ഈ ആറ്റങ്ങൾ അയോണുകളായും ഇലക്ട്രോണുകളായും വിഭജിക്കപ്പെടുന്നു. ജാൻ ടെല്ലർ ലോഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഉയർന്ന താപനിലയും അതിചാലകതയും പ്രകടിപ്പിക്കുന്നു എന്ന് തന്നെയാണ്. അപ്പോൾ ജാൻ ടെല്ലർ മെറ്റൽ എന്ന് പറയുന്നത് പദാർത്ഥത്തിന്റെ 9ാമത്തെ അവസ്ഥയാണ്. ഈ ജാൻ ടെല്ലർ മെറ്റലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ എന്താണ്? ഉയർന്ന താപനിലയും അതിചാലകതയും പ്രകടിപ്പിക്കുന്ന ഒരു പദാർത്ഥമാണ് ജാൻ ടെല്ലർ മെറ്റൽ എന്ന് പറയുന്നത്. മറ്റു പദാർത്ഥങ്ങളെ പോലെ അതിചാലകതയിൽ എത്താൻ കേവല പൂജ്യത്തിന് അടുത്ത താപനിലയിൽ എത്തേണ്ട ആവശ്യവും ഏതിനില്ല? ജാൻ ടെല്ലർ മെറ്റലിന് ഇല്ല. അപ്പോൾ ഒരു പദാർത്ഥത്തിന്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന കേവല പൂജ്യത്തിന് അടുത്ത താപനിലയിൽ എത്തുമ്പോൾ മാത്രമാണ് അത് അതിചാലകതയായിട്ട് മാറാൻ പറ്റത്തുള്ളൂ. പക്ഷെ മറ്റു പദാർത്ഥങ്ങളെ പോലെ അതിചാലകതയിൽ എത്താൻ എന്തു വേണ്ട? ഇതിന് കേവല പൂജ്യത്തിലേക്ക് എത്തേണ്ട ആവശ്യമില്ല എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ലോഹത്തിന്റെയും കാന്തത്തിന്റെയും സവിശേഷത പ്രകടമാക്കുന്നു. അപ്പോൾ ലോഹത്തിന്റെയും ഉണ്ട്, അതേപോലെ തന്നെ എന്താണ്? കാന്തത്തിന്റെയും സവിശേഷത പ്രകടമാക്കുന്ന പദാർത്ഥമാണ് ജാൻ ടെല്ലർ മെറ്റൽ എന്ന് പറയുന്നത്. ഒരേ സമയം വൈദ്യുത ചാലകമായും വൈദ്യുത രോധിയായും അവതരിക്കാൻ കഴിയുന്ന ദ്രവ്യരൂപം. ഏറ്റവും കൂടുതൽ തവണ ചോദിച്ച ചോദ്യവും ഏറ്റവും കൂടുതൽ പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങളിൽ വന്നതും ഇത് തന്നെയാണ്. ഒരേ സമയം വൈദ്യുത ചാലകമായും വൈദ്യുത രോധിയായും അവതരിക്കാൻ കഴിയുന്നു. അതേപോലെ തന്നെ പദാർത്ഥത്തിന്റെ 9ാമത്തെ അവസ്ഥ എന്നറിയപ്പെടുന്നതും അതേപോലെ തന്നെയാണ്. മറ്റു പദാർത്ഥങ്ങളെ പോലെ അതിചാലകതയിലെത്താൻ ഇതിന് എന്താണ്? കേവല പൂജ്യത്തിന് അടുത്ത താപനിലയിൽ എത്തേണ്ട ആവശ്യമില്ലാത്ത ദ്രവ്യരൂപം താഴെ പറയുന്നവയിൽ ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും ഏത് തന്നെയാണ്? ജാൻ ടെല്ലർ മെറ്റൽ ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇനി 1937 ജാൻ ടെല്ലർ മെറ്റലിനെ കുറിച്ച് പ്രസ്താവിച്ച ശാസ്ത്രജ്ഞനാണ് ആർതർ ജാനും എഡ്വേർഡ് ടെല്ലറും. ഓക്കെ, അപ്പോൾ 1937 ജാൻ ടെല്ലർ മെറ്റലിനെ കുറിച്ച് പ്രസ്താവിച്ച ശാസ്ത്രജ്ഞനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആർതർ ജാനും എഡ്വേർഡ് ടെല്ലർ ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. കേവല പൂജ്യത്തിന് അടുത്ത താപനിലയിൽ റുബീഡിയം ആറ്റങ്ങൾ ഉപയോഗിച്ച് നടത്തിയ പരീക്ഷണത്തിലാണ് ജാൻ ടെല്ലർ മെറ്റലിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞത്. കാർബൺ 16 ആറ്റങ്ങൾ ചേർന്ന് നിർമ്മിക്കുന്ന ബക്ക് മിൻസ്റ്റർ പുള്ളറിൻ എന്ന തന്മാത്രയിലുള്ള ആറ്റങ്ങളുടെ സവിശേഷമായ രാസബന്ധനത്തിൽ നിന്ന് രൂപപ്പെട്ട ദ്രവ്യ രൂപമാണ് ജാൻ ടെല്ലർ മെറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ കാർബൺ 60 ആറ്റങ്ങൾ ചേർന്ന് നിർമ്മിക്കുന്ന ബക്ക് മിൻസ്റ്റർ പുള്ളറിൻ എന്ന തന്മാത്രയിലുള്ള ആറ്റങ്ങളുടെ സവിശേഷമായ രാസബന്ധനത്തിൽ നിന്ന് രൂപപ്പെട്ട ദ്രവ്യരൂപമാണ് ജാൻ ടെല്ലർ മെറ്റൽ. ലോഹവും കാന്തവും വൈദ്യുതരോധനവും അതിചാലകതയും ഒത്തുചേർന്ന അവസ്ഥയാണ് ജാൻ ടെല്ലർ മെറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ലോഹവും കാന്തവും വൈദ്യുതരോധനവും അതിചാലകതയും ഒത്തുചേർന്ന ആ ഒരു അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ജാൻ ടെല്ലർ മെറ്റൽ എന്ന് പറയുന്നത്. അതായത്
ദ്രവ്യത്തിന്റെ 9ാമത്തെ അവസ്ഥ എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് മക്കളെ ജാൻ ടെല്ലർ മെറ്റൽ. അപ്പോൾ മറ്റൊന്നും ഓർക്കണ്ട, ഇത്രയും കാര്യങ്ങൾ മാത്രം ഇതിൻ്റെ അകത്ത് ഓർത്താൽ മതി. 9ാമത്തെ അവസ്ഥയാണ്. അതേപോലെ തന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഉയർന്ന താപനിലയും അതേപോലെ തന്നെ അതിചാലകതയും പ്രകടിപ്പിക്കുന്ന പദാർത്ഥത്തിന്റെ രൂപമാണ് ഏതെന്ന് പറയുന്നത് ആ ജാൻ ടെല്ലർ മെറ്റൽ. മറ്റു പദാർത്ഥങ്ങളെ പോലെ അതിചാലകതയിൽ എത്താനായിട്ട് കേവല 0ന് അടുത്ത താപനില എത്തേണ്ട ആവശ്യമില്ലാത്ത പദാർത്ഥവും ഏത് തന്നെയാണ്? ജാൻ ടെല്ലർ മെറ്റലാണ്. ഇതിനെക്കുറിച്ച് 1937 പറഞ്ഞ ശാസ്ത്രജ്ഞനാണ് അർതർ ജാനും എഡ്വേർഡ് ടെല്ലർ എന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇത്രയെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ഓർത്തു വയ്ക്കുക. പിന്നെ ലോഹവും കാന്തവും വൈദ്യുതരോധനവും അതിചാലകതയും ഒത്തുചേർന്ന അവസ്ഥ, അതിനെയും എന്തെന്നാണ് പറയുന്നത്? ജാൻ ടെല്ലർ മെറ്റൽ എന്നാണ് പറയുന്നത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഏറ്റവും കൂടുതൽ ഊർജ്ജമുള്ള വെള്ളത്തിന്റെ അവസ്ഥ താഴെ പറയുന്നവയിൽ ഏതാണ്? ഖാദി ബോർഡ് LDC 2023 ചോദിച്ച ചോദ്യമാണ് ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഊർജ്ജമുള്ള വെള്ളത്തിന്റെ അവസ്ഥ ചോദിച്ചാൽ ഏതാണ്? നീരാവിയാണ് ഏറ്റവും കൂടുതൽ ഊർജ്ജമുള്ളത്. ഖരത്തെയും ദ്രാവകത്തെയും അപേക്ഷിച്ച് വാതകങ്ങളിലെ കണികൾ വളരെ അകലെയായിരിക്കും സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ഒട്ടുമുമ്പ് പറഞ്ഞതാണ്. അതായത് ഖരമായ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കണികൾ എന്താണ്? വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നു. അതേപോലെ ചലന സ്വാതന്ത്ര്യം വളരെ കുറവാണ് ഖരത്തിന്. എന്നാൽ ദ്രാവകമാണെങ്കിലോ ഈ പറയുന്ന ഖരത്തെ അപേക്ഷിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്? കണികകൾ കുറച്ചുകൂടിയും അടുത്ത് എന്താണ് സ്ഥിതി ചെയ്യുന്നുണ്ട്. പക്ഷേ ഖരത്തിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ചലന സ്വാതന്ത്ര്യം കുറച്ചുകൂടി കൂടുതൽ ദ്രാവകാവസ്ഥയിലുള്ള കണികകൾക്കാണ്. ഇനി അതിനേക്കാൾ കൂടുതലാണ് ആർക്കെന്ന് പറയുന്നത്? വാതകാവസ്ഥ. അതായത് കണികകൾക്ക് ചലന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. കണികൾ സ്ഥിതി ചെയ്യുന്നതോ വളരെ അകലെയുമാണ് വാതകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഖരത്തെയും ദ്രാവകത്തെയും അപേക്ഷിച്ച് വാതകങ്ങളിലെ കണികകൾ വളരെ അകലെയായിരിക്കും സ്ഥിതി ചെയ്യുന്നത്. ഇവയ്ക്ക് ചലന സ്വാതന്ത്ര്യം വളരെ കൂടുതലായതിനാൽ തമ്മിലുള്ള കൂട്ടിമുട്ടലുകളുടെ എണ്ണം വർദ്ധിക്കുന്നതിന് ഫലമായി കൂടുതൽ ഗതികോർജം കൈവരുന്നു. അപ്പോൾ എന്താണ് ഈ പറയുന്ന കണികകൾ എന്ന് പറയുന്നത് വളരെ അകലെ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടും അവയുടെ ഗതികോർജം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ കൂട്ടിമുട്ടലുകളുടെ എണ്ണം വർദ്ധിക്കുന്ന ഫലമായി എന്ത് ചെയ്യുന്നു? ഗതികോർജം കൂടുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഇനി ദ്രവ്യവും ഊർജവും ഒരേ അസ്തിത്വത്തിന്റെ 2 ഭിന്ന രൂപങ്ങൾ മാത്രമാണെന്ന് സമർത്ഥിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഓക്കെ, അപ്പോൾ ദ്രവ്യവും ഊർജവും ഒരേ അസ്തിത്വത്തിന്റെ 2 ഭിന്ന രൂപങ്ങൾ മാത്രമാണെന്ന് സമർത്ഥിച്ച ശാസ്ത്രജ്ഞൻ. ഓപ്ഷൻ നോക്കിയേ. ഐസക് ന്യൂട്ടൺ, ആൽബർട്ട് ഐൻസ്റ്റീൻ, മൈക്കിൾ ഫാരഡെ, റൂദർഫോർഡ്. ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ ദ്രവ്യവും ഊർജവും ഒരേ അസ്തിത്വത്തിന്റെ 2 ഭിന്ന രൂപങ്ങൾ ആണെന്ന് സമർത്ഥിച്ച ശാസ്ത്രജ്ഞനാണ് ആരെന്ന് പറയുന്നത്? ആൽബർട്ട് ഐൻസ്റ്റീൻ. ആൽബർട്ട് ഐൻസ്റ്റീനുമായി ബന്ധപ്പെട്ട് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിന്റെ തൃപ്തികരമായ വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ. അങ്ങനെ തന്നെയാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത്. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിന് തൃപ്തികരമായ വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ. അതേപോലെ തന്നെ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് സംബന്ധിച്ച വിശദീകരണം നൽകിയതിന് 1921 ഭൗതിക ശാസ്ത്ര നൊബേലിന് അർഹനായ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അതും ആര് തന്നെയാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് പറയുന്നതിന് തൃപ്തികരമായ വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് സംബന്ധിച്ച വിശദീകരണം നൽകിയതിന് 1921 ഭൗതിക ശാസ്ത്രത്തിന് നൊബേലിന് അർഹനായ ശാസ്ത്രജ്ഞൻ ചോദിച്ചു കഴിഞ്ഞാൽ അതും ആര് തന്നെയാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. E=mc² എന്ന് പറയുന്ന സമവാക്യത്തിന്റെ ഉപജ്ഞാതാവ്. ഓക്കെ, ഒത്തിരി തവണ ചോദിച്ച ചോദ്യം. E=mc². ആരുടെയാണ്? ആൽബർട്ട് ഐൻസ്റ്റീന്റെ സമവാക്യമാണ് E=mc². ആപേക്ഷിക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും ആര് തന്നെയാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് ആപേക്ഷിക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി. 1905 സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ആവിഷ്കരിച്ചു. അപ്പോൾ 1905 സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ആവിഷ്കരിച്ചത്. 1915 ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ആവിഷ്കരിച്ചു. അപ്പോൾ 1905 സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയും 1915 ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയും ആവിഷ്കരിച്ചത് ആരാന്ന് ചോദിച്ചാൽ ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ഓക്കെ, അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിന് തൃപ്തികരമായ വിശദീകരണം വെരി വെരി ഇമ്പോർട്ടന്റ്. 21 അദ്ദേഹത്തിന് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന് എന്ത് കിട്ടി? നൊബേൽ പ്രൈസ് കിട്ടി എന്നുള്ളത് ഓർത്തു വയ്ക്കുക. E=mc² അദ്ദേഹത്തിന്റെ സമവാക്യം. ആപേക്ഷിക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ്, സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി, അതേപോലെ തന്നെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ആവിഷ്കരിച്ചു 1915.
6 പോയിന്റും അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. പഠിച്ചു വച്ചോ, ഒരു മാർക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തത് ഐസക് ന്യൂട്ടൺ ആണ്. ഗുരുത്വാകർഷണ നിയമത്തിന്റെ ഉപജ്ഞാതാവ്. ഗുരുത്വാകർഷണ നിയമത്തിൽ എത്തിച്ചേരാൻ സർ ഐസക് ന്യൂട്ടനെ അവലംബിച്ചത് ടൈക്കോ ബ്രാഹെ, കെപ്ലർ, ഗലീലിയോ എന്നിവരുടെ നിരീക്ഷണ ഫലങ്ങളാണ്. അപ്പോൾ ആരാണ് ഈ പറയുന്ന ഗുരുത്വാകർഷണ നിയമത്തിൽ എത്തിച്ചേരാൻ ഐസക് ന്യൂട്ടനെ സഹായിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടൈക്കോ ബ്രാഹെ, അതേപോലെ തന്നെ കെപ്ലർ, ഗലീലിയോ ഗലീലി, ഇവരൊക്കെയാണ് ഇവരുടെയൊക്കെ നിരീക്ഷണ ഫലങ്ങളാണ് അദ്ദേഹത്തെ ഈ പറയുന്ന ഗുരുത്വാകർഷണ ആ ഒരു നിയമത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് വളരെയധികം സഹായിച്ചത്. മുകളിലേക്ക് എറിയുന്ന ഒരു വസ്തു താഴോട്ട് വീഴുന്നതിന്റെ കാരണം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാന്ന് ചോദിച്ചാൽ അത് ഐസക് ന്യൂട്ടൺ ആണ്. അപ്പോൾ മുകളിലേക്ക് എറിയുന്ന ഒരു വസ്തു എന്തുകൊണ്ടാണ് അത് താഴത്തേക്ക് വരുന്നത് എന്നുള്ളത് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാന്ന് ചോദിച്ചാൽ അതാണ് സർ ഐസക് ന്യൂട്ടൺ. കാൽക്കുലസ് എന്ന ഗണിതശാസ്ത്ര രൂപകൽപ്പന ചെയ്തു. പ്രതിഫലന ദൂരദർശിനി ആദ്യമായി നിർമ്മിച്ച ശാസ്ത്രജ്ഞൻ. അപ്പോൾ പ്രതിഫലന ദൂരദർശിനി ആദ്യമായി നിർമ്മിച്ച ശാസ്ത്രജ്ഞൻ ആരാന്ന് ചോദിച്ചാൽ അതുമാതിരി തന്നെയാ സർ ഐസക് ന്യൂട്ടൺ തന്നെയാണ്. സൂര്യപ്രകാശത്തിന്റെ 7 നിറങ്ങളുണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. അപ്പോൾ സൂര്യപ്രകാശത്തിന് 7 നിറങ്ങളുണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണെന്ന് ചോദിച്ചാൽ അതും ആര് തന്നെയാണ്? സർ ഐസക് ന്യൂട്ടൺ തന്നെയാണ്. സൂര്യപ്രകാശത്തിന് 7 നിറങ്ങളുണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ആരാണ്? സർ ഐസക് ന്യൂട്ടൺ ആണ്. ഘടകവർണ്ണങ്ങൾ കൂടിച്ചേർന്നാൽ സമന്വിത പ്രകാശം ലഭിക്കുമെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ് ഈ പറയുന്ന സൂര്യപ്രകാശത്തിന് 7 നിറങ്ങളുണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാന്നുള്ളതും ഘടകവർണ്ണങ്ങൾ കൂടിച്ചേർന്നാൽ സമന്വിത പ്രകാശം ഉണ്ടാകുമെന്നും കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ സർ ഐസക് ന്യൂട്ടൺ തന്നെയാണ്. ബ്രിട്ടീഷ് രാജ്ഞിയിൽ നിന്ന് സർ പദവി ലഭിച്ച ശാസ്ത്രജ്ഞൻ. ബ്രിട്ടീഷ് രാജ്ഞിയിൽ നിന്ന് സർ പദവി ലഭിച്ച ശാസ്ത്രജ്ഞൻ. സർ ഐസക് ന്യൂട്ടന്റെ പുസ്തകങ്ങൾ ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ് മക്കളെ. വെരി വെരി ഇമ്പോർട്ടന്റ്. ഫിലോസഫിയ നാച്ചുറലിസ്, അതേപോലെ തന്നെ പ്രിൻസിപ്പിയ മാത്തമാറ്റിക് ഓപ്റ്റിക്സ്. അപ്പോൾ ഫിലോസഫിയ നാച്ചുറാലിസ്, ഓക്കെ, ഫിലോസഫിയ നാച്ചുറാലിസ് എന്ന് പറയുന്നത് ആരുടെയാണ്? ഐസക് ന്യൂട്ടന്റെ ആണ്. ഫിലോസഫിയ നാച്ചുറാലിസ്. അതേപോലെ തന്നെ പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്. പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക ആരുടെ പുസ്തകമാണെന്ന് ചോദിച്ചാൽ സർ ഐസക് ന്യൂട്ടന്റെ പുസ്തകമാണ്. അതേപോലെ തന്നെ ഒപ്റ്റിക്സ് എന്ന് പറയുന്നതും ആരുടെയാണ്? സർ ഐസക് ന്യൂട്ടന്റെ ആണ്. ബലത്തിന്റെ യൂണിറ്റിന് ന്യൂട്ടൺ എന്ന പേര് നൽകിയത് സർ ഐസക് ന്യൂട്ടനോടുള്ള ആദരക സൂചകമായിട്ടാണ്. അപ്പോൾ ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ എന്ന പേര് നൽകിയത് സർ ഐസക് ന്യൂട്ടനോടുള്ള ആദരക സൂചകമായിട്ടാണെന്നുള്ളത് കൂടിയും എന്ത് ചെയ്യുക? ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഐസക് ന്യൂട്ടനുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളൂ. ഗുരുത്വാകർഷണ നിയമത്തിന്റെ ഉപജ്ഞാതാവ്, അതേപോലെ തന്നെ എന്താണ് അദ്ദേഹം ഗുരുത്വാകർഷണ ബലത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സഹായിച്ച മറ്റ് നിരീക്ഷകരാരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബ്രാഹെ, കെപ്ലർ, ഗലീലിയോ എന്നിവരുടെ നിരീക്ഷണ ഫലങ്ങളാണ്. അതേപോലെ തന്നെ എന്താണ് കാൽക്കുലസ് കണ്ടെത്തി മുകളിലേക്ക് എറിയുന്ന ഒരു വസ്തു താഴേക്ക് വീഴുന്നതിന്റെ കാരണം എന്താണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. സൂര്യപ്രകാശത്തിന് 7 നിറങ്ങളുണ്ടെന്ന് കണ്ടെത്തി. ഘടകവർണ്ണങ്ങൾ കൂടിച്ചേർന്നാൽ സമന്വിത പ്രകാശം ലഭിക്കുമെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനും ആര് തന്നെയാ? സർ ഐസക് ന്യൂട്ടൺ ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അടുത്തത് മൈക്കിൾ ഫാരഡെ. കാന്തിക മണ്ഡലത്തിൽ ഒരു കമ്പി വെച്ച് അതിലൂടെ വൈദ്യുതി പ്രവഹിപ്പിച്ചാൽ കമ്പി ചലിക്കുമെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ. അപ്പോൾ കാന്തിക മണ്ഡലത്തിൽ ഒരു കമ്പി വെച്ച് അതിലൂടെ വൈദ്യുതി പ്രവഹിച്ചാൽ കമ്പി ചലിക്കുമെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ ആരാന്ന് ചോദിച്ചാൽ അത് മൈക്കിൾ ഫാരഡെ ആണ്. 1831 നടത്തിയ പരീക്ഷണ പരമ്പരകളിലൂടെ കാന്തശക്തി ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാമെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാന്ന് ചോദിച്ചാൽ അത് മൈക്കിൾ ഫാരഡെ ആണ്. അപ്പോൾ 1831 നടത്തിയ പരീക്ഷണ പരമ്പരകളിലൂടെ കാന്തിക ശക്തി ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാമെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ആരാ? മൈക്കിൾ ഫാരഡെ ആണ്. വൈദ്യുതിയുടെ പിതാവ് മൈക്കിൾ ഫാരഡെ. മൈക്കിൾ ഫാരഡെ തന്റെ ആദ്യത്തെ കണ്ടുപിടുത്തം നടത്തിയ വർഷം എന്നാണെന്ന് ചോദിച്ചാൽ 1821 മൈക്കിൾ ഫാരഡെ തന്റെ ആദ്യത്തെ കണ്ടുപിടുത്തം നടത്തിയത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ആദ്യത്തെ കണ്ടുപിടുത്തം എന്തായിരുന്നു എന്നുള്ളത് താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ മൈക്കിൾ ഫാരഡെ തന്റെ ആദ്യ കണ്ടുപിടുത്തം നടത്തിയ വർഷം 1821 1821 അദ്ദേഹം എന്താണ് കണ്ടുപിടിച്ചത് എന്നുള്ളത് താഴെ ഒന്ന് കമന്റ് ചെയ്യുക. നമ്മുടെ ഇന്നത്തെ ഹോട്ട് ക്വസ്റ്റ്യൻ ആണ്. 2023 ഫാരഡെ മെഡൽ ലഭിച്ച ഇന്ത്യൻ അമേരിക്കൻ ശാസ്ത്രജ്ഞനാണ് ആരോഗ്യസ്വാമി പോൾരാജ് എന്ന് പറയുന്നത്. അപ്പോൾ 2023 ഫാരഡെ മെഡൽ ലഭിച്ച ഇന്ത്യൻ അമേരിക്കൻ ശാസ്ത്രജ്ഞൻ ആരാണെന്ന് ചോദിച്ചാൽ മക്കളെ അത് ആരോഗ്യസ്വാമി പോൾരാജ് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. 100ാമത് ഫാരഡെ മെഡൽ ആണ് അദ്ദേഹത്തിന് ലഭിച്ചത്. അതേപോലെ തന്നെ MIMO
വയർലെസ്സിൻ്റെ കണ്ടുപിടുത്തത്തിനാണ് പുരസ്കാരം, മിമോ വയർലെസ്സിൻ്റെ കണ്ടുപിടുത്തത്തിനാണ് പുരസ്കാരം ലഭിച്ചത് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ 2023 ഫാരഡെ മെഡൽ ലഭിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ അമേരിക്കൻ ശാസ്ത്രജ്ഞനായിട്ടുള്ള ആരോഗ്യസ്വാമി പോൾ രാജാണ്. അദ്ദേഹത്തിന് 100ാമത്തെ ഫാരഡെ അവാർഡാണ് ലഭിച്ചത്. മിമോ വയർലെസ്സിൻ്റെ കണ്ടുപിടുത്തത്തിനാണ് അദ്ദേഹത്തിന് അത് കിട്ടിയത് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ അകത്ത് മൈക്കിൾ ഫാരഡയെ കുറിച്ച് പഠിക്കാനുള്ളൂ. അതായത് കാന്തിക മണ്ഡലത്തിൽ ഒരു കമ്പി വെച്ച് അതിലൂടെ വൈദ്യുതി പ്രവഹിച്ചാൽ കമ്പി ചലിക്കുമെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് മൈക്കിൾ ഫാരഡെ. അതേപോലെ തന്നെ വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? മൈക്കിൾ ഫാരഡെയാണ്. ഐസക് ന്യൂട്ടണും അതേപോലെ തന്നെ ആൽബർട്ട് ഐൻസ്റ്റീനും നമ്മൾ പഠിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കാനായിട്ടുള്ളത്. എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തേണ്ട. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു. അപ്പോൾ ഇനി മുതൽ നമ്മൾ ഓരോ ദിവസവും, അതായത് ഇപ്പോൾ സയൻസിൻ്റെ ഫിസിക്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ കെമിസ്ട്രി, ബയോളജി, അങ്ങനെ നമ്മൾ പോകുന്നതായിരിക്കും. അപ്പോൾ ഇനി മുതൽ നമ്മൾ ഓരോ ടോപ്പിക്കും ആ ടോപ്പിക്കിൽ വന്ന ചോദ്യങ്ങളും, ഇനി അടുത്തൊരു ടോപ്പിക്ക് ഇപ്പോൾ നമ്മൾ ഫിസിക്സ് എടുക്കുകയാണെങ്കിൽ യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. അപ്പോൾ ആ ടോപ്പിക്കിൽ PSC എക്സാമിൽ ഏതൊക്കെയാണോ ചോദ്യങ്ങൾ അതിൽ നിന്നും ചോദിച്ചത് ആ ചോദ്യം മാത്രമാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നുള്ളൂ. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് അത് മാത്രം നിങ്ങളെ പഠിപ്പിച്ച് റിവിഷൻ ചെയ്യിപ്പിക്കുക. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവണം. അടുത്തൊരു എക്സാമിന് നിങ്ങൾ ഉറപ്പായിട്ടും റാങ്ക് ലിസ്റ്റിലേക്ക് എത്താനായിട്ട് പറ്റണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഓരോ ദിവസവും നിങ്ങൾക്ക് ഓരോ ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നതും. അതേപോലെ തന്നെ ഇതിൻ്റെ PDF നോട്ട് ഉൾപ്പെടെ ഇപ്പോൾ നിങ്ങൾ പല നിലവിലെന്താണ് ചാനലുകളിലാണ് ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ആരും കൃത്യമായിട്ടൊരു നോട്ടോ അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു ക്ലാസ്സോ ചെയ്യുന്നില്ല. പക്ഷേ നമ്മളങ്ങനെയല്ല. നിങ്ങൾക്ക് ഓരോ ടോപ്പിക്സും കംപ്ലീറ്റ് ചെയ്ത് അതിൻ്റെ പക്കാ PDF നോട്ട് ഉൾപ്പെടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിലൊന്നും ഒരു കോംപ്രമൈസും വരുത്തുന്നില്ല. കാരണം പഠിക്കാനായിട്ട് ആഗ്രഹമുണ്ട്, കയ്യിൽ കാശില്ല, കയ്യിൽ റാങ്ക് ഫയൽ ഇല്ല, അതേപോലെ തന്നെ എന്താണ് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ളത് അറിയാൻ പാടില്ല. അതൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒത്തിരി ഉദ്യോഗാർത്ഥികളുണ്ട്. അവർക്കെല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയിട്ട് തന്നെയാണ് ഓരോ ക്ലാസ്സുകളും നമ്മൾ ചെയ്യുന്നത്. അത്രത്തോളം ആത്മാർത്ഥതയോട് കൂടി തന്നെയാണ്. കാരണം അടുത്തൊരു എക്സാമിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും റാങ്ക് ലിസ്റ്റിലേക്ക് വരണം എന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് തന്നെ ചെയ്യുന്ന ക്ലാസ്സുകളാണെല്ലാം. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് പഠിപ്പിച്ച പോലെയായിരിക്കും ഇനി അങ്ങോട്ടേക്ക് ക്ലാസ്സുകൾ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. കാരണം ടോപ്പിക്കിൽ നിന്നും അത് PSC ആ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മാത്രം പഠിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാനും പെട്ടെന്ന് റിവിഷൻ ചെയ്യാനും അതേപോലെ കുറേ കാര്യങ്ങൾ പഠിച്ച് സമയം കളയേണ്ട കാര്യവുമില്ല. അപ്പോൾ അങ്ങനെയായിരിക്കും ഇനി ക്ലാസ്സുകൾ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമാണെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ അടുത്തൊരു എക്സാമിൽ വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിച്ച് ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ. താങ്ക് യു.